ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. രണ്ടായിരത്തി 2025 ഏപ്രിൽ മാസം 13 മുതൽ 19 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. 2025 ഏപ്രിൽ മാസം 14 തിങ്കളാഴ്ചയാണ് മേടവിഷു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വിഷുദിന ആശംസകൾ. മേടരാശി അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 താഴി ചേരുന്ന 2.25 നക്ഷത്രമാണ് മേടരാശി. മേടരാശിക്കാർക്ക് ഈ വാരം മനസമാധാനവും സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. മാതൃപിതൃഗുണം ഈ വാരത്തിലുണ്ടാവും. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വിജയം ഉണ്ടാവും. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ബഹുജന പ്രീതി അനുഭവപ്പെടും. പൊതുവെ ഏഴരശനി കാലമായതുകൊണ്ട് വീഴ്ചകളും മുറിവുകളൊന്നും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കർമ്മസംബന്ധമായിട്ട് നേട്ടം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. സന്താന ഗുണം ഈ വാരത്തിലുണ്ടാവും. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യത കാണുന്നുണ്ട്. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. ഈ വാരം നന്നായിരിക്കും. ഇടവരാശി കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തികമായിട്ട് ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പൊതുവെ സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദാമ്പത്യ സുഖം ഈ വാരത്തിലുണ്ടാവും. സന്താനഗുണം പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. മാതൃപിതൃ സൗഖ്യം ഈ വാരത്തിലുണ്ടാവും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും മെച്ച സമയമാണ്. സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും ഈ വാരം നന്നായിരിക്കും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടും പ്രയാസങ്ങളെല്ലാം ഈ വാരത്തിൽ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക. വിഷ്ണുവിന് പാൽപ്പായസം കഴിപ്പിക്കുക. തുളസിപ്പൂ കൊണ്ട് അർച്ചന നടത്തുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വളരെ നന്നായിരിക്കും. മിഥുനരാശി മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മിഥുനരാശി. മിഥുനരാശിക്കാർക്ക് ഈ വാരം സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹമോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ബന്ധുജന വിരോധം അനുഭവപ്പെടും. കർമ്മസംബന്ധമായിട്ട് പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. മാതൃപിതൃ ഗുണം ഈ വാരത്തിലുണ്ടാകും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. ദാമ്പത്യപരമായിട്ട് ഈ വാരം നല്ലതാണ്. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. തൊഴിൽപരമായിട്ട് നോക്കുമ്പോൾ സ്ഥലം മാറ്റങ്ങളോ പ്രമോഷനോ സാധ്യത വളരെ കൂടുതലാണ്. സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടും. പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകളൊക്കെ അനുഭവപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ചെറിയ ചെറിയ വിഷമങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രീതി വരുത്തുക. വിഷ്ണുവിന് പാൽപ്പായസം കഴിപ്പിക്കുക. തുളസിപ്പൂ കൊണ്ട് അർച്ചന നടത്തുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുക. മഹാസുദർശന യന്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. കർക്കിടരാശി പുണർത്തിൻ്റെ അവസാനത്തെ 15 കാഴിയും പൂയവും ആയില്യവും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കർക്കിടരാശി. കർക്കിടരാശിക്കാർക്ക് പൊതുവെ വാരം കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം. ഗൃഹവാഹനാദി ഗുണം പ്രതീക്ഷിക്കാം. വളരെ ആളുകളായിട്ട് വീട് വയ്ക്കാനോ വാഹനം വാങ്ങിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. ദാമ്പത്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങളോ പ്രയാസങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻകോപം പിടിവാശി കഴിയുന്ന കുറയ്ക്കണം. പിതാവിനോ പിതൃബന്ധുക്കൾക്കോ അരിഷ്ടത ഉണ്ടാവും. പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാൻ. ദാമ്പത്യപരമായിട്ടൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും നന്നായിരിക്കും. ദോഷപരിഹാരമായിട്ട് ചൊവ്വാപ്രീതി വരുത്തുക. ഭഗവതി ക്ഷേത്രത്തിൽ പോകുന്നതും ചൊവ്വാഴ്ച ദിവസം കിടാവിളക്കിന് നല്ലെണ്ണ ഒഴിച്ച് പ്രാർത്ഥിക്കുക. ചുവപ്പ് പുഷ്പം കൊണ്ട് അർച്ചന നടത്തുന്നതൊക്കെ നന്നായിരിക്കും. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും. ദോഷപരിഹാരമായിട്ട് ത്രിപുര സുന്ദരി എന്ന് ധരിക്കുന്നത് നല്ലതാണ്. ചിങ്ങരാശി മകം പൂരം ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ച വരുന്ന 2.25 നക്ഷത്രമാണ് ചിങ്ങരാശി.
ചിങ്ങരാശിക്കാർക്ക് ഈ വാരം ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. മാതൃഗുണം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥലമാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. ജോലി നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതെങ്കിലും വിധത്തിൽ ജോലിയിൽ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ വരുമ്പോൾ ഉള്ള ജോലി കളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലപ്പോൾ നേവിയിലോ എയർഫോഴ്സിലോ അല്ലെങ്കിൽ മിലിറ്ററിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ എഴുതി കൊടുത്തിട്ട് വരുന്നവർ ധാരാളം പേരുണ്ട്. അപ്പോൾ അതെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എത്ര ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ പോലും എത്രയും പെട്ടെന്ന് ജോലിയുടെ പൂർണ്ണ എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒരു സമയത്ത് മാറിക്കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി മുമ്പോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവിധത്തിലും ഭാഗ്യം അനുഭവപ്പെടും. സൽകീർത്തി അനുഭവപ്പെടും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാവും. ഇപ്പോഴത്തെ കാര്യം നോക്കുമ്പോഴത്തേക്ക് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ദാമ്പത്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും. ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ പൊതുവെ ഈ വാരം നല്ലതാണ്. ദോഷപരിഹാരമായിട്ട് ശിവപ്രതി വരുത്തുക, ശിവന് ധാര ഒഴിക്കുക. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും. കന്നിരാശി ഉത്രത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 30 നാഴിയും കൂടി ചേരുന്ന 2.25 നക്ഷത്രമാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് പൊതുവെ ഈ വാരം ദാമ്പത്യ സുഖവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. എങ്കിലും ചെറിയ ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങളോ കലഹങ്ങളോ അപ്രതീക്ഷിതമായിട്ടുണ്ടായെന്ന് വരാം. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഉദരരോഗം വരും. മുൻകോപം പിടിവാശി കഴിയുന്നത് കുറയ്ക്കണം. അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്രതീക്ഷിതമായിട്ടുള്ള പല വിധത്തിലുള്ള തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഗൃഹവാഹനാദി ഗുണം ഈ വാരത്തിൽ അനുഭവപ്പെടും. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കും. പൊതുവെ ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം. തുലാം രാശി ചിത്രയുടെ അവസാനത്തെ 30 നാഴികയും ചോദ്യവും വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് തുലാം രാശി. തുലാം രാശിക്കാർക്ക് ഈ വാരം സഹോദരാദി ഗുണവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം. മാതൃഗുണം ഈ വാരത്തിലുണ്ടാവും. വാഹന സംബന്ധമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ പ്രയാസങ്ങളോ വിഷമങ്ങളോ ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പിതൃഗുണവും പിതൃസമ്പത്തും ലഭിക്കും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത വരും. വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. ബന്ധുജന ഗുണം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. പൊതുവെ ഈ വാരം നന്നായിരിക്കും. വൃശ്ചിക രാശി വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴിക അനിഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് വൃശ്ചിക രാശി. വൃശ്ചിക രാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം. മനസ്സമാധാനം ഇടയ്ക്കിടയ്ക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇപ്പോൾ കുടുംബപരമായിട്ട് വഴക്കുകളോ പ്രശ്നങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അമിതമായ ചിന്തകൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മാതൃപിതൃഗുണം ഈ വാരത്തിലുണ്ടാവും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. സാമ്പത്തിക നില മെച്ചമായിരിക്കും. ദൂരയാത്രകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് കഫരോഗാദികളോ ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കോ സാധ്യത വളരെ കൂടുതലാണ്. പൊതുവായിട്ട് നോക്കിയാൽ ഈ വാരം നല്ലതാണ്. ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക ചേരുന്ന 2.25 നക്ഷത്രമാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് പൊതുവെ ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. ചെറിയ ശാരീരിക ക്ലേശങ്ങളും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാവും. ശത്രുക്കൾ വർദ്ധിക്കും. തൊഴിൽപരമായിട്ട് നന്നായിരിക്കും. മാതൃപിതൃഗുണം ഈ വാരത്തിലുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. മാതാവിന് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ അസ്വസ്ഥതകളോ അനുഭവപ്പെടാൻ സാധ്യത ഈ വാരത്തിലും കാണുന്നുണ്ട്. കണ്ടത്തിന് മുകളിലോട്ടുള്ള അസ്വസ്ഥതകളോ കഫക്കെട്ടൊക്കെ അനുഭവപ്പെടും. ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടാകും. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം. ദോഷപരിഹാരമായിട്ട് വിഷ്ണു പ്രീതി വരുത്തുക. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോ ഗുരുവായൂർ ക്ഷേത്രത്തിലോ പതിവായിട്ട് പോകുന്നത് പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. തുളസിപ്പ് കൊണ്ട് അർച്ചന നടത്തുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുക. പാൽപ്പായസം കഴിപ്പിക്കുക. മഹാസുദർശനയന്ത്രം ധരിക്കുക. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും.
മകരരാശി ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല. ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങളോ പ്രയാസങ്ങളോ കലഹങ്ങളോ അപകീർത്തിയോ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ശ്രദ്ധിക്കണം. സഹോദരാദി ഗുണം ഈ വാരത്തിലുണ്ടാവും. മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും. ദാമ്പത്യപരമായിട്ട് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും വളരെ നല്ല സമയമാണ്. ദാമ്പത്യമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി കിട്ടാൻ ശോഭാപ്രതി വരുത്തുക. ഭഗവതി ക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും ചുവപ്പ് പുഷ്പം കൊണ്ട് അർച്ചന നടത്തുന്നതും ചുവപ്പ് പട്ട് വാങ്ങിച്ചു കൊടുക്കുന്നതും നന്നായിരിക്കും. കുംഭരാശി അവിട്ടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പോരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തികമായിട്ട് ചെലവുകൾ വർദ്ധിക്കും. മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. ശത്രുക്കളിൽ നിന്നൊരു മോചനം പ്രതീക്ഷിക്കാം. കേസ് വഴക്കുകളോ കലഹങ്ങളോ കൊണ്ടല്ല അതിൽ വിജയിക്കാൻ സാധ്യതയുണ്ട്. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ വാരം നന്നായിരിക്കും. സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ഈ വാരം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കാൻ സാധ്യതയുണ്ട്. പൊതുവെ ഈ വാരം നല്ലതാണ്. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. മീനൻ രാശി പൂരിട്ടായുടെ അവസാനത്തെ 15 നാഴിക ഉത്രട്ടാതി രേവതിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മീനൻ രാശി. മീനൻ രാശിക്കാർക്ക് ചെറിയ രീതിയിൽ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ അസ്വസ്ഥതകളോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മനസ്സമാധാനം പൊതുവെ കുറയും. ദാമ്പത്യ സുഖക്കുറവ് അനുഭവപ്പെടും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. പൊതുവെ സഹോദര സ്ഥാനിയിൽ നിന്ന് നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഉദ്യോഗത്തിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ സ്ഥലം മാറ്റത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചെയ്യാത്ത കുറ്റത്തിനുള്ള അപകീർത്തിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജോലിഭാരം മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കമ്പ്യൂട്ടറിലായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ കണക്കും കാര്യങ്ങളും മറ്റ് ഡീറ്റെയിൽസ് എല്ലാം പാസ്വേഡെല്ലാം സൂക്ഷിക്കുക. ബാക്കപ്പ് എടുത്ത് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതെങ്കിലും വിധത്തിൽ നമ്മൾ നാട്ടിലൊക്കെ വരുമ്പോൾ അതിൻ്റെ ഡേറ്റാസും മറ്റെല്ലാം അടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടോ പ്രയാസങ്ങളിലൊക്കെ ചെന്നപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഏതെങ്കിലും വിധത്തിൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പണസംബന്ധമായിട്ടുള്ള കൈകാര്യം ചെയ്യുന്നവർ ധാരാളം ശ്രദ്ധിക്കുക. വിദേശത്തോ നാട്ടിലോ ജോലി ചെയ്യുന്നവരൊക്കെ ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ അതിൻ്റെ ബാക്കപ്പ് എടുത്ത് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രധാനപ്പെട്ട പാസ്വേഡ് ആർക്കും കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാതെ ആരെങ്കിലും വിധത്തിൽ അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരെയും പൂർണ്ണമായിട്ടും ഏഴരശനി സമയത്ത് വിശ്വസിക്കാതിരിക്കുക. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അസ്വസ്ഥതകളും വിഷമങ്ങളൊക്കെ മാറിക്കിട്ടും. വീഴ്ചകളും മുറിവുകളും ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോഴും മറ്റുള്ളവർക്ക് എന്തെങ്കിലും വാഹനം കൈകാര്യം ചെയ്യാൻ കൊടുക്കുമ്പോഴൊക്കെ സൂക്ഷിക്കുക. ചിലപ്പോൾ കൂട്ടുകാർക്കെല്ലാം വാഹനം ഓടിക്കാൻ കൊടുക്കുന്നവർ ധാരാളം പേരുണ്ട്. അപ്പോൾ ഉദാഹരണം ബന്ധുക്കൾക്ക് വീട് ഒഴിഞ്ഞു കൊടുക്കുന്നവരുണ്ട്. ബന്ധുക്കൾക്ക് താമസിക്കാൻ കൊടുത്താൽ പിന്നെ അവസാനം അവരെ ഒഴിവാക്കാൻ വേണ്ടി കേസിന് പോകേണ്ട അവസ്ഥ വരും. ഏഴരശനി കാലമാണ്. അതുപോലെ വാഹനം നമ്മൾ കൂട്ടുകാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിലപ്പോൾ കൂട്ടുകാരായിരിക്കും, ഉത്തമ വിശ്വാസമുള്ളവരായിരിക്കും. നമ്മുടെ ഏഴരശനി കാലത്ത് അവർ കഞ്ചാവ് കയറ്റുകയോ അല്ലെങ്കിൽ ചാരായം വരുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുകയോ ഏതെങ്കിലും വിധത്തിൽ അത് അനാവശ്യമായിട്ടുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ കേസിന് പോകേണ്ടത് നമ്മളായിരിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഏതെങ്കിലും വിധത്തിൽ അപകീർത്തിയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ധനനഷ്ടവും ബന്ധുജന വിരോധമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരമായിട്ട് ശനിപ്രതി വരുത്തുക. നീല കറുത്ത വസ്ത്രം ഉപയോഗിക്കുക. ശാസ്താക്ഷേത്രത്തിൽ പോകുന്നത് വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. ശനി യന്ത്രം ധരിക്കുന്നതും നല്ലതാണ്. ഈ ആഴ്ചത്തെ ആറ്റുകാൽ ജ്യോതിശാസ്ത്രം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. കത്തുകൾ അയക്കേണ്ട വിലാസം: ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ, രമാ ജ്യോതിഷാലയം, മണക്കാട് PO, തിരുവനന്തപുരം 9. കത്തുകൾ അയക്കേണ്ട വിലാസം. അല്ലെങ്കിൽ ഫോൺ ചെയ്യുക, വാട്സപ്പ് ചെയ്യുക 9447471711.